സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകിയതും ശക്തി പകർന്നതുമായ രാഷ്ട്രീയ കാരണവർ ശരത് പവാർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ ചതിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായി മഹാരാഷ്ട്രയിൽ പുതിയ രാഷ്ട്രീയ നീക്കം നടക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ശരത് പവാർ, NCPയിലെ MP മാർ ഒന്നടങ്കം അജിത് പവാർ പക്ഷത്തേക്ക്, അതായത് NDA പക്ഷത്തേക്ക് കൂടുമാറാൻ നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ശരത് പവാറിന് ആകെയുള്ള 8 MP മാരും മറുകണ്ഠം ചാടാൻ നീക്കം നടക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങളിൽ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പ്രകടനത്തിന് പിന്നാലെയാണ് ശരത് പവാർ പക്ഷത്തെ നേതാക്കൾ കൂടുമാറ്റത്തിനൊരുങ്ങുന്നത്. 8 MP മാർ അജിത് പവാറിനെ ബന്ധപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. BJPയുടെ നിർദ്ദേശപ്രകാരം ശരത് പവാർ പക്ഷത്തെ നേതാക്കളെ അടർത്തി മാറ്റാൻ അജിത് പവാർ നീക്കം നടത്തുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ BJP ശക്തിയാർജിച്ചതോടെ അടർത്തി മാറ്റുന്നതിന് മുൻപേ BJP സഖ്യത്തിലേക്ക് തന്നെ പോയി കിട്ടുന്നത് വാങ്ങിച്ചാലോ എന്നൊരു തീരുമാനത്തിലേക്കാണ് ശരത് പവാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുപ്രകാരം ശരത് പവാർ പക്ഷം ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മഹായൂതി സർക്കാരിനൊപ്പം ചേരാനും പവാറിന്റെ മകൾ സുപ്രിയ സുലെയ്ക്ക് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം നൽകിയാൽ BJPയോട് സഖ്യമാകാമെന്നുമാണ് പവാർ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് എന്ന് ഫ്രീ പ്രസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ബാരാമതി MP-യും ശരത് പവാർ NCP നേതാവുമായ സുലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നതും എല്ലാവരെയും ഞെട്ടിച്ചതാണ്. പുതിയ സർക്കാരിൽ ഫട്നാവിസ് എന്ന ഒരൊറ്റയാളാണ് അത്യാധ്വാനം ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവരൊന്നും ചിത്രത്തിലേ ഇല്ല എന്നുമാണ് അവർ പ്രശംസിച്ചത്. ഏകാഗ്രതയോടെ ഒരു മിഷൻ മോഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഫട്നാവിസ്. അത് നല്ല കാര്യമാണെന്നും അദ്ദേഹത്തിന് എല്ലാ നന്മയും നേരുന്നുവെന്നും സുപ്രിയ സുലെ ആശംസിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നു. അത് ഇതിന്റെ മുന്നോടിയാണ് എന്ന് മാധ്യമങ്ങൾ എഴുതുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ അജിത് പവാർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്ന് പവാർ കുടുംബം ഒന്നായി മാറാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതായി അജിത്തിന്റെ മാതാവ് വെളിപ്പെടുത്തിയതും വലിയ വാർത്തയായിരുന്നു. ഇരു പാർട്ടികളും ഒന്നിക്കാൻ നീക്കം നടത്തുന്നതായാണ് ഇതിന് പിന്നിലെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 2023 ജൂലൈയിലാണ് NCPയെ പിളർത്തി അജിത് പവാർ BJP സഖ്യത്തിനൊപ്പം ചേർന്നത്. 40ഓളം MLA-മാരെയും അദ്ദേഹം കൊണ്ടുപോയിരുന്നു. പിന്നാലെ BJPയും ഏക്നാഥ് ഷിൻഡെ ശിവസേനയും ചേർന്നുള്ള സഖ്യത്തിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ തിരിച്ചടിയാണ് അജിത് പവാർ നേരിട്ടത്. മത്സരിച്ച 4 സീറ്റിൽ ഒരിടത്തു മാത്രമാണ് ജയിക്കാനായത്. എന്നാൽ 8 സീറ്റുമായി ശരത് പവാർ പക്ഷം കരുത്തു തെളിയിച്ചു. അത് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും കഴിവ് എന്നുള്ളത് ഇപ്പോൾ ശരത് പവാർ മറക്കാൻ പോവുകയാണ്. BJPയെ ഞെട്ടിച്ച MVA മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കാനും അന്ന് പാർട്ടിക്കായി. BJP വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും സംസ്ഥാനത്താകെ 48 സീറ്റിൽ 31 സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന്റെ MVA നേടി. 13 സീറ്റ് നേടി കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തിയപ്പോൾ ശിവസേന, ഉദ്ധവ് വിഭാഗവും അതുപോലെ ശരത് പവാർ NCP വിഭാഗവും നല്ല സീറ്റുകൾ നേടി കരുത്തറിയിച്ചു. ആ നല്ല നിമിഷങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അധികാരത്തിന്റെ അപ്പക്കഷണം തേടി ജീവിതത്തിന്റെ ഈ അവസാന നിമിഷം ശരത് പവാറും കുടുംബവും പോയേക്കുമെന്ന് തന്നെ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.